അടിയന്തരാവസ്ഥയെ അപലപിച്ച ലോക്സഭയിൽ സ്പീക്കർ പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും പേരെടുത്ത് പ്രമേയത്തിൽ വിമർശിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ ഇന്ത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണെന്ന് ഓം ബിർള പ്രമേയത്തിൽ പറഞ്ഞു. അജണ്ടയിൽ ഉൾപ്പെടുത്താതെയാണ് സ്പീക്കർ പ്രമേയം അവതരിപ്പിച്ചത്. നടപടിയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഒരു അസാധാരണ നടപടി തന്നെയല്ലേ സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത്? ദിവ്യ, ഇന്നത്തെ പ്രധാനപ്പെട്ട ലോക്സഭയിലെ അജണ്ട എന്ന് പറയുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പും അതിനുശേഷം അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ടുള്ള സഭാകക്ഷി നേതാക്കന്മാരുടെ പ്രസംഗവും കൂടി മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്പീക്കറെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രമേയത്തിൽ ഊന്നി പറയുന്നത് അടിയന്തരാവസ്ഥ കാലം 50 വർഷം മുമ്പുണ്ടായ ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് നേരെയുള്ള, ഭരണഘടനയ്ക്ക് നേരെയുള്ള ഒരു അതിക്രമമായിരുന്നു. ഇത് ഒരു കറുത്ത പാടായിട്ട് തന്നെയാണ്, കറുത്ത അധ്യായമായിട്ട് തന്നെയാണ് അവശേഷിക്കുന്നത്. മാത്രമല്ല, ഈ അടിയന്തരാവസ്ഥ നിരവധി ജീവനുകൾ പൊലിഞ്ഞിരുന്നു. ഈ അടിയന്തരാവസ്ഥ എതിർക്കാൻ വേണ്ടി ശക്തമായ പ്രതികരിച്ചവർക്കെല്ലാം അഭിവാദ്യം അർപ്പിക്കുന്നു എന്ന് തുടങ്ങിയാണ് ഈ പ്രമേയം പോയത്. സാധാരണ ഒരു രാജ്യത്ത് വലിയ കലാപം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് സ്പീക്കർ നേരിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്, ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ സ്പീക്കറുടെ അനുമതിയോടുകൂടി ഏതെങ്കിലും മന്ത്രിയോ ഏതെങ്കിലും അംഗമോ ആണ് ഈ തരത്തിലുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടത്. അതിന് ഉപരിയായിട്ട് അല്ലെങ്കിൽ തന്നെ ഒരു സ്പീക്കർ ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണെങ്കിൽ ആ സഭയുടെ ഒരു വികാരമായിരിക്കണം, സഭയുടെ ഒരു വികാരത്തിൻ്റെ അതിൻ്റെ ഒരു അന്തസ്സത്ത ഉൾക്കൊണ്ടുള്ള ഒരു പ്രമേയമായിരിക്കണം അവതരിപ്പിക്കേണ്ടത്. ഇത് അജണ്ടയിലില്ലാതെ പെട്ടെന്ന് തന്നെ ഒരു പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. ഇതിന് ഒരു കാരണമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. കാര്യം, ഈ പ്രതിപക്ഷത്തുള്ള അംഗങ്ങളെല്ലാം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവർ സത്യപ്രതിജ്ഞ ചെയ്തത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിച്ചപ്പോഴും ഈ ഭരണഘടന സംരക്ഷിക്കണം, അതിനുവേണ്ടിയുള്ള ഒരു നീക്കമായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതുതന്നെയായിരിക്കണം സ്പീക്കറും ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി ഊന്നി പറഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഭരണഘടനയെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണെന്നും ഇന്ദിരാഗാന്ധിയാണെന്നും പറഞ്ഞ് കോൺഗ്രസിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രമേയമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ മുൻകൂട്ടി അനുമതി ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു സ്പീക്കറെ കൊണ്ട് തന്നെ ഈ പ്രമേയം അവതരിപ്പിച്ചതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അവർ വലിയ തരത്തിലുള്ള ഒരു ബഹളം, പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇതേ തുടർന്ന് സഭ പിരിയുകയായിരുന്നു. സഭ പിരിഞ്ഞതിന് ശേഷവും ഇക്കാര്യത്തിൽ വലിയ അപലപിച്ച് തന്നെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ പുറത്ത് പ്രതികരിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥയെ അപലപിച്ചാണ് ഇന്ന് സ്പീക്കർ ഓം ബിർള പാർലമെന്റിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയ അവതരണത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷവും രംഗത്തെത്തിയിരിക്കുന്നത്. ധനസുമോദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.